കൊടുങ്ങല്ലൂർ ഇത്തവണ UDF-നൊപ്പമെന്ന ആത്മവിശ്വാസത്തിൽ സ്ഥാനാർത്ഥി OJ ജനീഷ്. വികസന നയങ്ങളും ബദൽ നിർദ്ദേശങ്ങളും പങ്കുവച്ച തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ജനങ്ങളിൽ നിന്ന് നല്ല സമീപനമായിരുന്നുവെന്നും അത് വോട്ടായി മാറി വിജയമുണ്ടാകുമെന്നും ജനീഷ് പറഞ്ഞു. UDF 100-ലേറെ സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ OJ ജനീഷ് പ്രത്യാശ പ്രകടിപ്പിച്ചു. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ കാത്തിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി അടയാളത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. വലിയ വിജയപ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നത്. പോളിംഗ് പൂർത്തീകരിക്കപ്പെടുമ്പോൾ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പൾസ് വളരെ പോസിറ്റീവാണ്. പ്രചരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ജനങ്ങൾക്കകത്തുനിന്നുണ്ടായിരുന്ന പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടിയെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന മുരടിപ്പാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം എന്ന് പറയുന്നത്. ഈ മണ്ഡലത്തിലെ പോരായ്മകൾ ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ അതിനുള്ള പരിഹാര മാർഗം കൂടി നിർദ്ദേശിച്ചുകൊണ്ടാണ് പ്രചരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു പ്രചരണ പരിപാടിയിൽ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ പറയുകയല്ല. ഓരോ പോരായ്മകൾക്കും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് തരത്തിൽ അതിനെ പരിഹരിക്കാൻ സാധിക്കുമെന്നടക്കമുള്ള പരിഹാരം കൂടി നിർദ്ദേശിച്ചിട്ടാണ് പ്രചരണത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അത് ജനങ്ങൾക്കിടയിൽ വളരെ കൃത്യമായി തന്നെ വിശകലനം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിനെ വളരെ പോസിറ്റീവായി തന്നെ കാണാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെയൊക്കെ പ്രതികരണം എന്ന് മനസ്സിലാകുന്നത്. വളരെ ശുഭപ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. കേരളത്തിനകത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ അധികാരത്തിലേക്ക് തിരിച്ചു വരും. 100-ൽ പരം സീറ്റിൻ്റെ വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് അവകാശപ്പെടാനുണ്ടാകും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള ഒരു വിലയിരുത്തലിൽ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ബാക്കി മെയ് 4-ന് ശേഷം വീണ്ടും കാണാം.